വിധുവിൻ്റെ വേറൊരു വലിയൊരു റീസെൻറ്റ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നങ്ങേലി എന്നുള്ള പ്രോജക്റ്റ്. ഇറ്റ്സ് ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു യു. അങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കാനും അങ്ങനെ ചെയ്യാനുള്ളൊരു ധൈര്യം കാണിച്ചാലും ശരിക്കും ഇന്നത്തെ കാലത്തെ യങ്സ്റ്റേഴ്സിന് വലിയൊരു ഇൻസ്പിറേഷനാണ് ഒരു സിംഗർ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വർക്ക് ചെയ്തു എന്നുള്ളത്. ഒരുപാട് ഒരുപാട് പെയിൻ എടുത്തു. എന്നിട്ട് ലാസ്റ്റ് പുറത്ത് വരുമ്പോൾ ഇറ്റ്സ് എ ടീം വർക്ക്. സംശയമില്ലാത്ത കാര്യമാണ്, ഒരു ടീം വർക്കാണ്. ഐഡിയ ഇങ്ങനെ അക്കപ്പല്ല ഒരെണ്ണം ചെയ്യണം, ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ളത് മുഴുവൻ നമ്മൾ എന്താണ് മെലഡി സോങ്സിന് ലവ് സോങ്സിനാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കള്ള് ഷാപ്പിൽ കൊണ്ടുവന്നാലോ എന്ന് കൊണ്ടുവന്നു. നമുക്ക് ആ ഒരു ഗ്രൂപ്പുണ്ട്. എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മനു രമേശാണ്, ലിറിക്സ് എഴുതിയിരിക്കുന്നത് രമേശ് നായർ സാറാണ്, ക്യാമറ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് കുഞ്ഞുണ്ണി എസ് കുമാർ സാറിൻ്റെ മകൻ കുഞ്ഞുണ്ണി എസ് കുമാർ, കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത്, അതിൽ നങ്ങേലിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യ, പിന്നെ ഇതിൻ്റെ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന സൗമ്യ ബാലൻ. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഇതിനെല്ലാത്തിനും നമ്മൾ ഇറങ്ങിയാൽ മാത്രം പോരാ, കാശ് മുടക്കാൻ ഒരാൾ വേണം. അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ബുൾസൈ പ്രൊഡക്ഷൻസ്, ആനന്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ലാൽ ജോസ് സാറാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ഒരു നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്ലസ് ആയി. പിന്നെ ഇറങ്ങി ഒരു 5 days കൊണ്ട് തന്നെ അത് 50,000 ക്രോസ് ചെയ്തു. പിന്നെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് സാക്ഷാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഹരമായ ശ്രീ AR റഹ്മാൻ സാറ് ഇത് ശ്രദ്ധിച്ചു, ഈ വീഡിയോ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ശ്രീനി ചേട്ടന് അദ്ദേഹം അപ്പോൾ ആ സമയത്ത് ജർമ്മനിയിലായിരുന്നു. ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം ശ്രീനി ചേട്ടന് മെയിൽ അയച്ചിരിക്കുന്നത് ഈ വീഡിയോയുടെ ലിങ്കും അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പ്ലീസ് വാച്ച് ദിസ് വീഡിയോ, ഇറ്റ്സ് റിയലി എ കൂൾ വൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിന് കിട്ടുന്ന ഒരു വലിയ അഫ്കോഴ്സ്. അപ്പം ഡ്യുവറ്റില് അക്കപ്പല്ല ആയിട്ട് പാടാൻ നിവൃത്തിയില്ല. ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നില്ല. എല്ലാവരും ഞാൻ ജോൾസിനെ കൊണ്ടൊരു നമ്പർ ചെയ്യിപ്പിച്ചാൽ രക്ഷയിലേക്ക് വഴങ്ങണില്ല. ചെയ്യണ്ട ശ്രീകാന്ത് എന്റെ കൊങ്ങി. ഇത് ആദ്യമായിട്ടായിരിക്കില്ലേ വിധു നങ്ങേലി ഇങ്ങനെ പാടാൻ പോണേ? ഇങ്ങനെ പാടാൻ പോകുന്ന അക്കപ്പല്ല അല്ലാതെ വേർഷൻ. അതെ. ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി, തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി, തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. കണ്ണോളം മൈയിട്ട് കാതോളം ഞാത്തിട്ട്, കയ്യോളം വളയിട്ട് കാലോളം തളയിട്ട്, ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി, തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. അടിമുടി പൊന്നും മൂടിപ്പോയവളാടി നടന്നപ്പോൾ, അടിനാഗപ്പാല ചോട്ടിലൊരുത്തൻ നിന്നു വിളിച്ചു പോൽ. അടിമുടി പൊന്നും മൂടിപ്പോയവളാടി നടന്നപ്പോൾ, അടിനാഗപ്പാല ചോട്ടിലൊരുത്തൻ നിന്നു വിളിച്ചു പോൽ. അവളും കൂടെ പോയി പോൽ. ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി, തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി, തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി.
കണ്ണോളം മൈയിട്ട് കാതോളം ഞാത്തിട്ട് കയ്യോളം വളയിട്ട് കാലോളം തളയിട്ട് ഒരിടത്തോരയൽ പക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. സൂപ്പർ. താങ്ക് യു. ഇങ്ങനെ ഒരു വേർഷനിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. താങ്ക് യു. അടിപൊളിയുണ്ട് എന്തായാലും. വിധു ആക്ച്വലി സംസാരിച്ച് മതിയായില്ല. ഇനി വിധുവിന്റെ പാട്ടുകളൊക്കെ കേൾക്കണമെന്നുണ്ട്. സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ജോത്സ്ന വന്നതിലും വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിലും. ശരിക്കും ഒരു നിമിഷം പോലും ഞാന് സമയം എന്തായി എന്ന് വാച്ചിലൂടെ നോക്കിയില്ല. അത് തന്നെ മതിയല്ലോ നമുക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ 3 നല്ല മ്യൂസീഷ്യൻസിനെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതി കാരണം നമുക്ക് ബ്രേക്ക് ഇടാം. അതെ, ഒരു ചെറിയ പാട്ടിനും കൂടിയുള്ള സമയമുണ്ട്. അപ്പൊ നമുക്ക് ഡ്യുവറ്റ് ആണല്ലോ പ്രോഗ്രാം. അപ്പൊ നമുക്കൊരു ഡ്യുവറ്റ് പാടി തന്നെ നിർത്താം. நேரம் வந்தாச்சு நானும் நட்டாச்சு காதல் கொடி சூடும் உண்டாச்சு மூடும் உண்டாச்சு கைய புடி 1 o'clock 2 o'clock கை பிடிச்சு அம்மாடி 3 o'clock 4 o'clock கண் பிடிச்சு 5 o'clock 6 o'clock ராத்திரிக்கு அம்மாடி 7 o'clock 8 o'clock கிக் இருக்கு. வேலை தோறும் லீலை வேறு என்ன வேலை? பள்ளிக்கூட பாடம் என்ன சொல்ல வேண்டும்? ரம்பம்பம் ஆரம்பம் அபம்பம்பம் பேரின்பம். ரம்பம்பம் ஆரம்பம் பம்பம்பம் பேரின்பம். 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே. 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே. ராவகாலம் ஓடி போச்சு ராஜயோகம் ஓடி போச்சு. ரம்பம்பம் ஆரம்பம் அபம்பம்பம் பேரின்பம். ரம்பம்பம் ஆரம்பம் பம்பம்பம் ரம்பம்பம் ஆரம்பம் அபம்பம்பம் பேரின்பம். ரம்பம்பம் ஆரம்பம் அபம்பம்பம் பேரின்பம்.